ജലമേളകൾക്കൊക്കെ തുടക്കം കുറിച്ചത് ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി പുരോഗമിക്കുകയാണ്. രഘുനാഥ് നാരായണൻ വിവരങ്ങളായിട്ട് രഘു നേരത്തെ പങ്കുവച്ചപ്പോൾ ചെറിയൊരു തർക്കമുണ്ടായതുകൊണ്ട് വീണ്ടും മത്സരം നടത്തുന്നു പറഞ്ഞു. മത്സരം പൂർത്തിയായോ? എപ്പോഴാണ് ഫൈനൽ? ദിവിഷ രണ്ടാം ഹീറ്റ്സിനെ ചൊല്ലിയായിരുന്നു, ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം ഹീറ്റ്സിനെ ചൊല്ലിയായിരുന്നു തർക്കമുണ്ടായിരുന്നത്. ഇതൊരു 1400 മീറ്ററോളം നീളമുള്ള വലിയ ട്രാക്കാണ്. ഈ ട്രാക്കിന് ഒന്ന് രണ്ടിടത്ത് ചെറിയ വളവുകളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് തന്നെ ഈ വളവുകളിലൊക്കെ വരുമ്പം ട്രാക്ക് മാറുന്നതൊക്കെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ചമ്പക്കുളം ചുണ്ടനാണ്. എന്നാൽ ഈ ട്രാക്കിനെ ചൊല്ലിയുള്ള ചെറിയ പ്രശ്നമുണ്ടായി. തുടർന്ന് ചർച്ച നടത്തുകയും രണ്ടാം ഹീറ്റ്സ് ഒന്നുകൂടെ നടത്താൻ വേണ്ടിയുള്ളൊരു തീരുമാനമാണ് ആദ്യം ഉണ്ടായത്. പക്ഷേ UBC കൈനഗരി ആയവറമ്പ് പാണ്ടി തുഴഞ്ഞ UBC കൈനഗരി അങ്ങനെ രണ്ടാമതൊരു മത്സരത്തിനില്ല, വീണ്ടും ഒരു മത്സരത്തിനില്ല എന്ന് നിലപാടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ട്രാക്കിലൂടെ തുഴഞ്ഞ് ഒന്നാമതെത്തിയ ചമ്പക്കുളം പ്ലോട്ട് കപ്പ് തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടനെ ഒന്നാം സ്ഥാനത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് ഇനി ഫൈനലിൽ മത്സരിക്കാൻ പോകുന്നത് ഒന്നാം ട്രാക്കിൽ ചമ്പക്കുളം, രണ്ടാം ട്രാക്കിൽ വലിയ ദിവാഞ്ചി, മൂന്നാം ട്രാക്കിൽ ചെറുതന. ഒരു 6 മണിയോടുകൂടിയായിരിക്കും ഫൈനൽ മത്സരം നടക്കുക. ലൂസേഴ്സ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് നടുഭാഗവും ഒപ്പം തന്നെ ആയവറമ്പ് പാണ്ടിയുമാണ്. ഇനി ഇപ്പോൾ നടക്കാൻ പോകുന്നത് വെപ്പ് A, B ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളാണ്. മൊത്തത്തിൽ വെപ്പ് A, B ഗ്രേഡുകളിലായി 6 വള്ളങ്ങളാണ് മത്സരിക്കുക. അല്പസമയത്തിനകം വെപ്പ് A, B ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കും. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടനാട്ടിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളുടെ തുടക്കമാണ് ചമ്പക്കുളം വള്ളംകളി. ആ വള്ളംകളി എന്ന് പറയുന്നത് കുറച്ച് വിശ്വാസപരമായ ഒരു അടിത്തറ കൂടി അതിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി കൂടിയാണത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇരു കരകളിലുമായി ആളുകൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പണിമുടക്ക് കൂടിയൊക്കെ ആയതുകൊണ്ട് ആളുകൾക്ക് പ്രത്യേകിച്ച് അവധിയൊന്നും പ്രത്യേകിച്ച് എടുക്കേണ്ടി വരുന്നില്ല. ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ അവധിയൊന്നും എടുക്കേണ്ടി വരുന്നില്ല. അവരെല്ലാവരും സാധാരണ നിലയിൽ ഈ മത്സര വള്ളംകളി കാണാനൊക്കെ ആയിട്ട് ഞാൻ എത്താറുള്ളത്. ഇത്രയും അധികം ആളുകൾ ഒരു പക്ഷേ അടുത്ത കാലത്തൊന്നും എത്തിയിട്ടുണ്ടാകില്ല. അത്രമേൽ ജനനിബിഡമാണ് പമ്പയാറിൻ്റെ ഇരുകരകളിലും. നമുക്ക് ദൃശ്യങ്ങളിൽ അത് എത്രത്തോളം മനസ്സിലാകുമെന്നറിയില്ല. പക്ഷേ ഇരു കരകളിലും ഒപ്പം തന്നെ ചെറുവള്ളങ്ങളിലും ബോട്ടുകളിലും ഒക്കെയായി വള്ളംകളിയുടെ ഒരു ലഹരി ആസ്വദിച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ പമ്പയാറ്റിൽ അവർ സ്വന്തമായി തന്നെ ഒരു വള്ളംകളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഒരു 15 മിനിറ്റിനകം ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കും. ശരി, എന്തായാലും ആ ഫൈനൽ ആവേശം കൂടി കാണാൻ നമുക്ക് ആ സമയം തിരികെ എത്താം.